50കളിലും 60കളിലുമെല്ലാം പാട്ട് പാടുന്നതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ തുറന്നു പാടുക എന്നൊരു ശൈലിയായിരുന്നു. എന്നാൽ ചില ഗാനങ്ങൾ, വളരെ അപൂർവമായ ഗാനങ്ങളാണ് മന്ത്രസ്ഥായിയിലുള്ള ഗാനങ്ങളുള്ളത്. ഇത് കമ്പോസ് ചെയ്യാനും ആലപിക്കുന്നതിലും കുറച്ച് പ്രയാസം കൂടുതലുണ്ട് താനും. ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ഉമ്മ വെച്ചുണർത്തി എന്ന് ശ്രീ വയലാർ എഴുതിയപ്പോൾ ദേവരാജൻ മാസ്റ്ററിന് സംഗീതം നൽകിയത് വളരെ ഹസ്കിയായ ഒരു രീതിയിലാണ്. ദാസേട്ടൻ പാടിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴുള്ള ചില പുതിയ ഗാനങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഹസ്കി വോയിസിൽ പുതിയ ഗാനങ്ങൾ പലതും കേൾക്കാൻ കഴിയും. എന്നാൽ അന്നത്തെ കാലത്ത് അങ്ങനെ അധികം ഗാനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഈ രംഗത്ത് അഭിനയിച്ചിരിക്കുന്ന ശ്രീ പ്രേംനസീറിൻ്റെയും ഷീലയുടെയും ഒരു കെമിസ്ട്രിയെ പറ്റി നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. അങ്ങനെയുള്ള മനോഹരമായ ഈ ഗാനം ഉറങ്ങിക്കിടന്ന ഹൃദയം ഉമ്മ വെച്ചുണർത്തി ശ്രീ യേശുദാസിൻ്റെ ലഡ്ഡു ലഡ്ഡു പോലെയുള്ള ശബ്ദത്തിൽ അഗ്നിപരീക്ഷ എന്ന ചിത്രത്തിൽ നിന്നും കേൾക്കാം. കിടന്ന ഹൃദയം നീ ഉമ്മ വെച്ചുണർത്തി മനസ്സിൽ പകഞ്ഞ മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി. ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ഉമ്മ വെച്ചുണർത്തി മനസ്സിൽ പകഞ്ഞ മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി. മലർക്കെ തുറന്ന മിഴികൾ കൊണ്ട് മയൂര സന്ദേശമെഴുതി. മലർക്കെ തുറന്ന മിഴികൾ കൊണ്ട് മയൂര സന്ദേശമെഴുതി. ചുവക്കെ ചൊടികൾ എത്ര ചൂടാത്ത പൂവുകൾ നീട്ടി. ചുവക്കെ ചൊടികൾ എത്ര ചൂടാത്ത പൂവുകൾ നീട്ടി. അടുത്തു അനുരാഗം തളിരിട്ടു. ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ഉമ്മ വെച്ചുണർത്തി മനസ്സിൽ പകഞ്ഞ മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി. ചിലയ്ക്ക് മൊഴികൾ നെഞ്ചിൽ ശൃംഗാരത്തേൻ കൂടുകൂട്ടി. ചിലയ്ക്ക് മൊഴികൾ നെഞ്ചിൽ ശൃംഗാരത്തേൻ കൂടുകൂട്ടി. തുടിക്കെ മോഹം കൂട്ടിൽ തൂവൽ കിടക്ക നിവർത്തി. അടുത്തു അനുരാഗം കതിരിട്ടു. ഉറങ്ങിക്കിടന്ന ഹൃദയം നീ ഉമ്മ വെച്ചുണർത്തി മനസ്സിൽ പകഞ്ഞ മധുരം നീ മറ്റൊരു പാത്രത്തിൽ പകർത്തി. 1963 പുറത്തിറങ്ങിയ ഒരു ഹിറ്റ് തമിഴ് ചിത്രമായിരുന്നു ആലയമണി. ഈ ചിത്രത്തിലെ നായകനും നായികയും ശിവാജി ഗണേശനും സരോജാദേവിയുമായിരുന്നു. വിശ്വനാഥൻ രാമമൂർത്തിയായിരുന്നു സംഗീതം. അതിമനോഹരമായ ഗാനങ്ങൾ. ശിവാജി ഗണേശൻ്റെ ശരീരത്തിന് യോജിച്ച ശാരീരം ആരെന്ന് ചോദിച്ചാൽ അത് TM സൗന്ദരരാജൻ അല്ലാതെ മറ്റാരുമല്ല. ഓരോ സംസ്കാരത്തിനും ഓരോ ശബ്ദങ്ങളുണ്ടെന്ന് പറയുന്ന പോലെ, ഇപ്പോൾ മലയാളത്തിന് ദാസേട്ടനുള്ളതുപോലെ തെലുങ്കിന് ഘണ്ടശാല
അതിനുശേഷം തുടർച്ചയായിട്ട് വന്ന എസ് പി ബി ഉള്ളതുപോലെ തമിഴ് സംസ്കാരത്തിൻ്റെ ഗായകനായിരുന്നു ടി എം സൗന്ദരരാജൻ. ടി എം സൗന്ദരരാജൻ എം ജി ആറിനും ശിവാജിക്കും ഒരേപോലെ സ്റ്റൈലുകൾ മാറ്റി പാടുമായിരുന്നു. ഇതിൽ അദ്ദേഹം ശിവാജി ഗണേശന് വേണ്ടി വളരെ മനോഹരമായ ഗാനങ്ങളാണ് പാടിയിരിക്കുന്നത്. ഇതിൻ്റെ സിറ്റുവേഷൻ, ഇതിൽ ഹീറോ ശിവാജി ഗണേശൻ ഒരു പ്രത്യേക അവസരത്തിൽ ഹാൻഡിക്യാപ്ഡ് ആവുകയും അദ്ദേഹത്തെ ഒരു വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് സരോജാദേവി മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻസിലൂടെ ഇങ്ങനെ നടക്കുകയും ശിവാജി പാടുന്നതായിട്ടാണ് രംഗം. പൊന്നൈ വിരുമ്പും ഭൂമിയിലെ എണ്ണൈ വിരുമ്പും ഓരഴകെ. അതായത് എനിക്ക് ഇത്രയും അസുഖമൊക്കെ വന്നിട്ടും ഈ സ്വർണം ആശിക്കുന്ന ഈ ലോകത്ത് സ്വർണം ആശപ്പെടാതെ എന്നെ ആശിക്കുന്ന ഒരു ജീവൻ നീയാണല്ലോ ഉള്ളത്, അത് മാത്രമാണ് എൻ്റെ സമാധാനം എന്ന് പാടുന്ന ഈ ഗാനം, മനോഹരമായ ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം. பொன்னை விரும்பும் பூமியிலே என்னை விரும்பும் ஓருயிரே, புதையல் தேடி அலையும் உலகில் இதயம் தேடும் என்னுயிரே. பொன்னை விரும்பும் பூமியிலே என்னை விரும்பும் ஓருயிரே, புதையல் தேடி அலையும் உலகில் இதயம் தேடும் என்னுயிரே. ஆயிரம் மலரில் ஒரு மலர் நீயே, ஆலய மணியின் இன்னிசை நீயே. ஆயிரம் மலரில் ஒரு மலர் நீயே, ஆலய மணியின் இன்னிசை நீயே. தாய்மை எனக்கே தந்தவன் நீயே, தங்க கோபுரம் போல வந்தாயே. புதிய உலகம், புதிய பாசம், புதிய தீபம் கொண்டு வந்தாயே. பொன்னை விரும்பும் பூமியிலே என்னை விரும்பும் ஓருயிரே, புதையல் தேடி அலையும் உலகில் இதயம் தேடும் என்னுயிரே. பறந்து செல்லும் பறவையை கேட்டேன், பாடிச் செல்லும் காற்றையும் கேட்டேன். பறந்து செல்லும் பறவையை கேட்டேன், பாடிச் செல்லும் காற்றையும் கேட்டேன். அலையும் நெஞ்சை அவரிடம் சொன்னேன், அழைத்து வந்தார் என்னிடம் உன்னை. இந்த மனமும் இந்த உறவும் என்றும் வேண்டும் என்னுயிரே. பொன்னை விரும்பும் பூமியிலே என்னை விரும்பும் ஓருயிரே, புதையல் தேடி அலையும் உலகில் இதயம் தேடும் என்னுயிரே. ஆலமரத்தின் விழுதினை போலே அணைத்து நிற்கும் உறவு தந்தாயே. ஆலமரத்தின் விழுதினை போலே அணைத்து நிற்கும் உறவு தந்தாயே. வாழை